ഇത് നോബി മാർക്കസ് ഉണ്ടോ? പൊളിച്ചടക്കി നോബി ചേട്ടനും മൃദുലയും ഇവരുടെ ഈ ഒരു കോമ്പി കാണാനായിട്ട് കുറെ നാളുകളായിട്ട് ശരിക്കും മിസ് ചെയ്യായിരുന്നു അല്ലെ. ഇതിനു മുമ്പ് ഠമാർ പടാറിലായിരുന്നു അല്ലെ. സ്റ്റാർ മാജിക്കിൽ അധികം കോമ്പിനേഷൻസ് കുറവായിരുന്നു. അപ്പൊ എത്ര പേരാ ചോദിച്ചിരുന്നറിയോ? അവർക്ക് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു പെർഫോമൻസ്. വാട്ട് എ ടൈമിംഗ്, വാട്ട് എ കെമിസ്ട്രി. നീ ഈ ക്യാരക്ടർ തെരഞ്ഞെടുക്കാനുള്ള നിന്റെ ചേതോ വികാരം എന്താ? എന്തോ ആൾക്കാർക്ക് ഇഷ്ടമാണ് അത്. ഞാൻ സമ്മതിച്ചു, അത് കറക്റ്റാണ് നോബി പറഞ്ഞത്. മൃദുല കുട്ടിയുടെ ക്യാരക്ടറിന്റെ പേര്? ഈ ലേഖ ചെയ്ത ആർട്ടിസ്റ്റിന്റെ പേരെന്താ? റിയലി അമ്മണിക്കുട്ടി. ഇത് ഏകദേശം സ്റ്റാർട്ടിംഗ് പറ ഇതുപോലും അറിയാതെ വരയും കുതിരയുടെ ഡ്രസ്സ് വിട്ട് കൊച്ചിൻ രംഗമിത്ര എന്ന് പറയാം. പൂജ അത് പറഞ്ഞിട്ട് പോയാ സംഘമിത്ര. അത് പറഞ്ഞിട്ട് പറ. നോബിക്ക് വയ്യെന്നറിയാം. നിനക്ക് ഈ നടിയുടെ പേര് ആരാണെന്ന് അറിയില്ല. നിനക്ക് പൂജ മാത്രം അറിയാം. കുഴപ്പമില്ല. നോബി ഗുളി കഴിക്കണം. അതാണ് ഉഷപൂജയാണ് അതോ ഉച്ച? അല്ല, ഈ നോബി ഗുളി കഴിക്കുന്നുണ്ടെന്ന് അറിയാം. കുഴപ്പമില്ല, അവന് ഞങ്ങൾ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാം. നീ ഈ പാത പിന്തുടർന്ന് പോവേണത് പറഞ്ഞൊക്കെ കെട്ടിയിട്ട് കൊണ്ട്. പൂജ മാത്രം അറിഞ്ഞപ്പോ എന്തിനാ അച്ഛനമ്മയുടെ ഒക്കെ പേര് അറിയണേ? സീരിയലില് എന്റെ ഫുൾ നെയിം പറ. ഞാൻ നിന്നെ എന്റെ ചക്കരയെന്ന് വിളിക്കും. എന്റെ ഫുൾ നെയിം പറ. എന്റെ ഫുൾ നെയിം പറ. മൃദുല. മൃദുല വിജയൻ. പിന്നെ നീ പുറകിൽ അസീസ് ഇവിടെ നിന്ന് ഷൂട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇതല്ലേ സെർച്ച് ചെയ്യും. എനിക്ക് ആൽബിയോടെ എന്നിട്ട് ഫോട്ടോ രണ്ട് ഫോട്ടോ വേണം. ഒന്ന് കൊണ്ടു കിടക്കാനും ഒന്ന് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാനും. വൈകിട്ട് തന്ന വാഴയ്ക്കൊപ്പം കാലി കെട്ടിക്കൊണ്ട് നടക്കണേ. ശരി, അത് വിട്ടോ. നടിയുടെ പേര് പറ. പൂജ ബത്രയോ? പൂജ ബത്ര. എന്തായാലും നോബി ചേട്ടനും മൃദുലയ്ക്ക് ഒരു വലിയ കൈ കൊടുക്കുകയാണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. നിങ്ങൾക്കൊരു വലിയ സർപ്രൈസ് ഉണ്ട്. നിങ്ങൾ പോയിരുന്നോളൂ, പറഞ്ഞുതരാം. ശരി, അപ്പൊ നോബി ചേട്ടനും മൃദുലയ്ക്കുള്ള നമ്മുടെ സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സർപ്രൈസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഇത് എന്താണ് ഇത്? ആൽബി ചന്ദ്രയുടെ കൈയരിഞ്ഞതിനുള്ള ദേഷ്യം കാണിക്കണോ? മുങ്ങി പോയി. ശരി,